ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രഖ്യാപനം നടത്തി. ബി.ജെ.പിയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. ഏകകണ്ഠമായാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തതെന്നും കേരളത്തിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം നടത്തുമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി. പദവിയിൽ അഭിമാനമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളമാണ് ലക്ഷ്യമെന്നും ബി.ജെ.പിയെ അധികാരത്തിലെത്തിച്ചേ മടങ്ങൂ എന്നും പ്രഖ്യാപനം. നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, ബി.ജെ.പി. എൻ.ഡി.എനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളം ബി.ജെ.പിക്ക് ബാലികേറാമലയല്ലെന്ന് അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ കെ സുരേന്ദ്രനും പറഞ്ഞു. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം. ഈ നിമിഷം ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണം. കേരളം ബി.ജെ.പിക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും ബി.ജെ.പിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം പുതിയ നായകനൊപ്പം കോർ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും അഴിച്ചുപണി വരും. ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ സീനിയർ നേതാക്കൾക്കൊപ്പം യുവജനങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ജൂണോടെ പുതിയ സംഘടനാ സെക്രട്ടറിയെ നിയോഗിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെ ആദ്യ വെല്ലുവിളി. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.